ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഓം ലളിതാ പരമേശ്വരേ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. സിന്ദൂരാരുണ വിഗ്രഹാം, സിന്ദൂരം പോലെ ചുവന്ന നിറമാണ് ദേവിക്ക്. ത്രിനയനാം, 3 കണ്ണുകളാണ്. അതിലൊന്ന് ജ്ഞാനദൃഷ്ടിയെ സൂചിപ്പിക്കുന്നു. മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം, കിരീടത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൗലി എന്ന് പറഞ്ഞ ശിരസിൽ മാണിക്യം പോലെ തിളങ്ങുന്ന, മാണിക്യക്കല്ലുകൾ തിളങ്ങുന്ന കിരീടം. താരാനായക ശേഖരാം, താരാനായകൻ നക്ഷത്രങ്ങളുടെ അധിപൻ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. സ്മിതമുഖീം, പുഞ്ചിരിക്കുന്ന മുഖമാണ് അമ്മയ്ക്ക്. ആപീന വക്ഷോരുഹാം, തൻ്റെ ഭക്തന്മാരോടുള്ള വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന മാറിടമാണ് അമ്മയ്ക്ക്. പാണിഭ്യാം, കൈകളിൽ അളിപൂർണ രത്നചഷകം, വണ്ടുകളാൽ ചുറ്റപ്പെട്ട, അളി എന്ന് പറഞ്ഞാൽ വണ്ട്, വണ്ടുകളാൽ ചുറ്റപ്പെട്ട രത്നചഷകങ്ങളുണ്ട് കയ്യിൽ. രത്നകുടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ രത്നങ്ങളും വീഞ്ഞും ഉണ്ട്. രക്തോൽപ്പലം ബിഭ്രതീം, അടുത്തതായിട്ട് കയ്യിൽ ഉൽപ്പലം എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്, രക്തോൽപ്പലം ചുവന്ന താമര, ബിഭ്രതീം ചുഴറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത് ദേവി. ഇങ്ങനെയെല്ലാമുള്ള ദേവിയെ ധ്യായേത് പരാമംബികാം, ഞാൻ ധ്യാനിക്കുന്നു. അടുത്തത് ധ്യായേത് പത്മാസനസ്താം, പത്മാസനം, താമരപ്പൂവിലാണ് ദേവി ഇരിക്കുന്നത്. വികസിതവദനാം, വിടർന്ന മുഖമാണ് അമ്മയ്ക്ക്. പത്മപത്രായദാക്ഷീം, പത്മപത്രം താമരപ്പൂവിതൾ. ആയത് എന്ന് പറഞ്ഞാൽ അവിടെ വിശാലമായത് എന്നാണ് അർത്ഥം. അക്ഷീം, താമരപ്പൂവിതൾ പോലെ വിശാലമായ കണ്ണുകളാണ് അമ്മയ്ക്ക്. ഹേമാഭാം പീതവസ്ത്രാം, ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം, ആഭ ഭംഗി, സ്വർണം പോലെ ഭംഗിയുള്ള മഞ്ഞ വസ്ത്രങ്ങളാണ് ദേവി ധരിച്ചിരിക്കുന്നത്. കരകലിത ലസത് ഹേമപത്മാം വരാംഗീം, കരങ്ങളിൽ ലസത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന ഹേമപത്മം, സ്വർണത്താമര, വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം, സർവ അലങ്കാരങ്ങളോടും കൂടി ഇരിക്കുന്ന ദേവി. സതതമഭയതാം, ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്ന അമ്മ. ഭക്തനമ്രാം ഭവാനീം, ഭക്തന്മാരാൽ നമിക്കപ്പെടുന്ന ഭവാനി. ശ്രീവിദ്യാം ശാന്തമൂർത്തിയും, വിദ്യാസ്വരൂപിണിയാണ് അമ്മ, ശാന്തമൂർത്തിയുമാണ്. സകല സുരനുതാം, സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ, സകല ദേവന്മാരാൽ നുതാം എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നത്. സർവസമ്പത് പ്രദാത്രീം, സർവസമ്പത്തുക്കളെയും പ്രദാനം ചെയ്യുന്ന അമ്മ. സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം, സർവാഭീഷ്ടസിദ്ധി, ആയുരാരോഗ്യ സൗഖ്യം എന്നിവയൊക്കെയാണ്. അടുത്തത് സകുങ്കുമ വിലേപനാം, കുങ്കുമം വിലേപനം ചെയ്തിരിക്കുന്നു ശരീരമാകെ. അളിക ചുംബി കസ്തൂരികാം, അളി എന്ന് പറഞ്ഞാൽ വണ്ട്, വണ്ടുകൾ ചുംബിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന ഗന്ധമുള്ള കസ്തൂരി തിലകം ചാർത്തിയിരിക്കുന്നു. സമന്ദഹസിതേക്ഷണാം, ഈക്ഷണാം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, അമ്മയുടെ കണ്ണുകളിൽ കൂടി മന്ദഹാസമുണ്ട് എന്നാണ് പറയുന്നത്. സശരചാപ പാശാങ്കുശാം, അമ്പ്, വില്ല്, പാശം, കയറ്, അങ്കുശം, തോട്ടി, ഇങ്ങനെയുള്ള എല്ലാ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത്. അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം, എല്ലാ ജനങ്ങളാലും ഇഷ്ടപ്പെടുന്നതും
ചുവന്ന മാല്യങ്ങൾ ധരിച്ചിരിക്കുന്നതുമാണ് അമ്മ. ജപാകുസുമഭാസുരാം. ജപാകുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി പൂവാണ്. ജപാകുസുമം പോലെ ചുവന്നതും ജപവിധവും ഇങ്ങനെയെല്ലാമുള്ള അമ്മയെ ഞാൻ ഇങ്ങനെ ജപിക്കുന്നു, നാമങ്ങൾ ജപിക്കുന്നു. സ്മരേദംബികാം, ഞാൻ ധ്യാനിക്കുന്നു. അടുത്തത് അരുണാകരുണാതരംഗിതാക്ഷീം. സൂര്യോദയ സമയത്തുള്ള ആകാശത്തിൻ്റെ ചുവന്ന നിറമാണ് അമ്മയ്ക്ക്. കരുണാതരംഗങ്ങൾ പ്രവഹിക്കുന്ന കണ്ണുകളാണ് അമ്മയുടേത്. ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം. കയ്യിൽ പാശം, അങ്കുശം, പുഷ്പബാണങ്ങൾ എന്നിവ പിടിച്ചിരിക്കുന്നു. അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. അണിമാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണിമ, ഗരിമ, മഹിമ, ലഘിമ, ഈശിത്വം, വശിത്വം തുടങ്ങി ഐശ്വര്യങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ദേവി ഇരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ഐശ്വര്യവതിയായിരിക്കുന്ന അമ്മയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥം. ഇനി അടുത്ത വീഡിയോയിൽ സഹസ്രനാമം ആരംഭിക്കും. അമ്മേ ശരണം.